നമസ്കാരം. കണ്ടിന്യൂറ്റി ആൻഡ് ഡെറിവേറ്റീവ്സിലെ ഡെറിവേറ്റീവ്സ് ഓഫ് കോമ്പോസിറ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണിത്. എന്താണ് കോമ്പോസിറ്റ് ഫങ്ഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് ഡോട്ട് ജി ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് കോമ്പോസിറ്റ് ഫങ്ഷൻ. കോമ്പോസിറ്റ് ഫങ്ഷൻസ് ഉണ്ടാക്കാനും രണ്ട് ഫങ്ഷൻ തന്നിട്ട് അതിൻ്റെ കോമ്പോസിറ്റ് ഫങ്ഷൻ ആക്കാനൊക്കെ നമ്മൾ ഈ +2ൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാമെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. d/dx ഓഫ് എഫ് ഡോട്ട് ജി ഓഫ് എക്സ് ഈക്വൽ ടു d/dx ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഇതെങ്ങനെയാണ് ഡെറിവേറ്റീവ് കാണാം? ഡെറിവേറ്റീവ് ഓഫ് എഫ് ഡി എഫ് വിത്ത് റെസ്പെക്ട് ടു ജി, അതാണ് df/dg ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു എക്സ് dg/dx. ഇങ്ങനെയാണ് ഡെറിവേറ്റീവ് കാണേണ്ടത്. 3 ഫംഗ്ഷൻ ഉണ്ടെന്ന് വയ്ക്കാം, എഫ് ഡോട്ട് ജി ഡോട്ട് എച്ച് ഓഫ് എക്സ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ജി, ഡെറിവേറ്റീവ് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു എച്ച് ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് എച്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതിൻ്റെ പ്രോഡക്റ്റാണ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫോളോയിങ്. ഈ പാഠത്തിൻ്റെ പ്രത്യേകിച്ച് എല്ലാ ചോദ്യവും ഒരേ കാര്യമാണ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫോളോയിങ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം, സൈൻ ഓഫ് എക്സ് സ്ക്വയർ. ഇതിൽ സൈൻ്റെ ഉള്ളിലാണ് എക്സ് സ്ക്വയർ ഇരിക്കുന്നത്. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണണം, d/dx ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ ആദ്യം കാണേണ്ടത് സൈൻ്റെ ഉള്ളിലാണ് എക്സ് സ്ക്വയർ ഇരിക്കുന്നത്. ആദ്യം കാണേണ്ടത് സൈൻ്റെ ഡെറിവേറ്റീവാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓരോ ഡെറിവേറ്റീവ്സും ഏതൊക്കെയാണ് പഠിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്കത് ഓൾറെഡി അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കറിയാം, ക്ലാസ് ടേബിൾ എന്ന് പറഞ്ഞ ബുക്ക് നിങ്ങൾക്ക് എക്സാമിന് കൊണ്ടുപോകാം. ഇവിടെയും നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇതാണ് ക്ലാസ് ടേബിൾ എന്ന് പറഞ്ഞ ബുക്ക്. ഈ ബുക്കിൽ പേജ് നമ്പർ 35 ലിസ്റ്റ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ ഡെറിവേറ്റീവ്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യം സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവാണ്. അപ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സൈൻ്റെ ഡെറിവേറ്റീവ് കണ്ടോ, സൈൻ എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് കോസ് എക്സ്. സൈൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ ഇവിടെ സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ കോസ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് സ്ക്വയർ അങ്ങനെ തന്നെ ഇവിടെ വെക്കണം എന്നാണ് എൻ്റെ അർത്ഥം. ഇൻറ്റു ഇനി അപ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് കണ്ടു, ഉള്ളിലത്തെ ആൾക്ക് ഒരു മാറ്റവും ഇല്ല. ദെൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കാണണം 2x. ഇതാണ് എൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 3 ഫംഗ്ഷൻ ഉണ്ട്, സൈൻ ഓഫ് കോസ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്കിതിൻ്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഇത് തെറ്റാതിരിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാ മൂന്ന് ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഒന്ന് സൈൻ എക്സ്, പിന്നെ ഒന്ന് കോസ് എക്സ്, പിന്നെ ഒന്ന് എക്സ് സ്ക്വയർ. ഇങ്ങനെ 3 ആൾക്കാരാണുള്ളത്. സപ്പോസ് ഈ 3 ആൾക്കാരാണ് ഇങ്ങനത്തെ 3 പെട്ടികളെന്ന് വിചാരിക്കാം. കണ്ടോ, എക്സ് സ്ക്വയർ 3 ബോക്സാണുള്ളത്. ഇതിൻ്റെ ഈ സൈൻ്റെ ഉള്ളിലൊരു ബ്രാക്കറ്റ് കണ്ടില്ലേ, അതായത് സൈൻ്റെ ഉള്ളിൽ എക്സ് ആണ്. കണ്ടോ? ഇനി കോസിനും ബ്രാക്കറ്റ് ഉണ്ട്. കോസിൻ്റെ ഉള്ളിൽ ആരെയാണത്? കോസിൻ്റെ ഉള്ളിലും എക്സിനെയാണ് ഉള്ളത്, അതാണ് കോസ് എക്സ്. ഇനി ഇവിടെ ബ്രാക്കറ്റ് ഓഫ് സ്ക്വയർ എന്നാണ് പറയുന്നത്. ആ സ്ക്വയറിൻ്റെ പ്രോപ്പർട്ടിയാണ്, സ്ക്വയറാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ ഉള്ളിലും ആര് തന്നെയാണ്? എക്സ് കാണാനുണ്ടല്ലോ. അപ്പോൾ എക്സ് സ്ക്വയർ. ഇങ്ങനെ 3 ഫംഗ്ഷനാണുള്ളത്. ഈ 3 എണ്ണത്തിനും കൂടിയിട്ട് നമുക്ക് കോമ്പോസിറ്റ് കാണണം. അപ്പോൾ ആദ്യം ചെയ്യുന്നത് കോസിൻ്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ ആണ് അല്ലേ. ഈ എക്സ് സ്ക്വയർ ആരുടെ ഉള്ളിലാണ് വെക്കേണ്ടത്? എക്സ് സ്ക്വയർ ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ എക്സ് ആണ്, അത് ഓക്കെ. ഇതിൻ്റെ ഉള്ളിൽ എക്സ് ഉണ്ട്. ഇനി ഈ എക്സ് സ്ക്വയർ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കണം, കോസിൻ്റെ ഉള്ളിൽ വയ്ക്കണം. അപ്പോൾ കോസിൻ്റെ ഉള്ളിൽ കോസിനെ തുറന്നു, കോസിൻ്റെ ഉള്ളിലത്തെ എക്സ് മാറ്റി, കോസിൻ്റെ ഉള്ളിൽ ഇനി എക്സ് അല്ല എക്സ് സ്ക്വയറാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. ദെൻ ഇതാണ് കോസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പെട്ടിയാണ് നമ്മുടെ കോസ് എക്സ് സ്ക്വയർ. ഈ കോസ് എക്സ് സ്ക്വയറിനെ എന്തിൻ്റെ ഉള്ളിൽ വയ്ക്കണം? സൈൻ്റെ ഉള്ളിൽ വയ്ക്കണം. അപ്പോൾ ഞാൻ സൈൻ തുറന്നു, സൈൻ്റെ ഉള്ളിൽ കോസ് എക്സ് സ്ക്വയറിനെ വെച്ചു. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എക്സ് അല്ല, എക്സിന് പകരം കോസ് എക്സ് സ്ക്വയറാണ്. അപ്പോൾ അത് വെച്ചു, ഇങ്ങനെ അടച്ചു. ഇപ്പോൾ ഈ സ്റ്റെപ്പ് എന്താണ്? സൈൻ ഓഫ് കോസ് ഓഫ് എക്സ് സ്ക്വയറാണ്. ഇപ്പോൾ ഇത് സൈൻ എക്സ് അല്ല, ഇതെന്താണ്? ഇപ്പോൾ ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൈൻ ഓഫ് കോസ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. സൈൻ്റെ ഉള്ളിൽ കോസ് ഉണ്ട്, കോസിൻ്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ ഉണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പോവുകയാണ്. ഡെറിവേറ്റീവ് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മൂടി തുറന്നാൽ ഒരു ഡെറിവേറ്റീവാണ്.
ഏത് ചെപ്പിൻ്റെ മൂടി തുറക്കുന്നോ ആ ചെപ്പിൻ്റെ മൂടി തുറന്നാൽ ആ ചെപ്പിൻ്റെ ഡെറിവേറ്റീവാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം നമുക്കിതിപ്പോൾ ഡെറിവേറ്റീവ് കാണാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിൻ്റെ മൂടി തുറക്കുക എന്നാണ്. ഒരു മൂടി തുറന്നാൽ അത് ആ ഡെറിവേറ്റീവാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഓരോന്നിനും ഡെറിവേറ്റീവ് കാണാനായിട്ട് ഞാൻ ആദ്യത്തെ മൂടി തുറക്കുകയാണ്. ആദ്യത്തെ മൂടി തുറന്നു. അപ്പോൾ ഞാൻ ഏത് ചെപ്പിൻ്റെ മൂടിയാണ് തുറന്നത്? സൈൻ്റെ മൂടിയാണ് തുറക്കുന്നത്. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ്. അപ്പോൾ ഞാൻ കോസ്, ഉത്തരമാണ് ഞാൻ എഴുതാൻ പോണത് കോസ്. എനിക്ക് എക്സ് എന്ന് എഴുതാൻ പറ്റില്ല. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എന്ന് എഴുതി. ഞാൻ ഈ മൂടി തുറന്നു. അപ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എന്ന് എഴുതി. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ആരായിരിക്കുന്നത്? ഇരിക്കുന്ന ആൾക്കാരെ മൂടി തുറന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇരിക്കുന്ന ആൾക്കാർ ആരാണ്? കോസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ ഉണ്ട്. ഇവരുടെ ആരും മൂടി തുറന്നിട്ടില്ല. പറ്റ ടൈം നമുക്ക് ഒരു മൂടിയെ തുറക്കാൻ പറ്റുന്നുള്ളൂ അല്ലേ? ഈ മൂടി ഒരെണ്ണമായിട്ട് തുറക്കാൻ പറ്റില്ല. 3 പാത്രത്തിനും കൂടി ഒരുമിച്ച് തുറക്കാൻ പറ്റുമോ? ഇല്ല. അറ്റ് എ ടൈം ഒരു മൂടി തുറന്നു. അപ്പോൾ കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു. ഇനി ഞാൻ അടുത്ത മൂടി തുറക്കാൻ പോകണം, ഈ മൂടി. അപ്പോൾ നമുക്ക് കോസിൻ്റെ ഡെറിവേറ്റീവ് അറിയണം. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈനാണ്. അപ്പോൾ ഞാൻ അടുത്ത ഈ ചെപ്പിൻ്റെ മൂടി തുറക്കുന്നതോടുകൂടി അടുത്തത് ഏതാണ്? മൈനസ് സൈൻ. മൈനസ് സൈൻ എഴുതി. മൈനസ് സൈൻ്റെ ഉള്ളിൽ ആരുണ്ട്? എക്സ് സ്ക്വയർ ഉണ്ട്. അതിന് മൂടി തുറന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ എക്സ് സ്ക്വയർ അവിടെ എഴുതി. ഇനിയാണ് ഞാൻ ഈ എക്സ് സ്ക്വയറിൻ്റെ മൂടി തുറക്കാൻ പോണത്. ഈ മൂടി തുറക്കാൻ പോണത് ഇനിയാണ്. അപ്പോൾ അവിടെ ഇൻറ്റു 8 എഴുതിയിട്ടുണ്ട്. ഇനി ഈ മൂടി തുറക്കുമ്പോഴാണ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എഴുതുന്നത്. ഈ മൂടി തുറക്കുമ്പോൾ നമ്മൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. ഉള്ളിൽ എക്സ് ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. ഇതാണ് ഈ തന്നിരിക്കുന്ന 3 ആൾ കൂടിയിട്ടുള്ള സൈൻ കോസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ ഓരോ മൂടിയായിട്ടാണ് നമ്മൾ തുറക്കേണ്ടത്. ഞാൻ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ തന്നിരിക്കുന്ന സംഭവമാണ് d/dx ഓഫ് സൈൻ ഓഫ് കോസ് ഓഫ് എക്സ് സ്ക്വയർ. ഡെറിവേറ്റീവാണ് ഈ എഴുതിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി നോക്കി നോക്കാം. സൈൻ്റെ ഉള്ളിൽ എക്സ് സ്ക്വയറാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഈ വലിയ ചെപ്പിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇവിടുത്തെ ഇതാണ് നമ്മുടെ സൈൻ, ഇതാണ് നമ്മുടെ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. സൈൻ്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൈൻ്റെ ഉള്ളിൽ എക്സ് സ്ക്വയറാണ്. ഇനി ഞാൻ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ചെപ്പ് തുറക്കുമ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് കാണണം. സൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസാണ്. ഇതേ കോസ് ഞാൻ എഴുതി. ഉള്ളിൽ ആരാളുള്ളത്? എക്സ് സ്ക്വയർ. അപ്പോൾ ഞാൻ എക്സ് സ്ക്വയർ ഇവിടെ എഴുതി. ഇൻറ്റു ഇനി ഈ ചെപ്പ് തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ചെപ്പിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണണം. ഈ ചെപ്പ് എക്സ് സ്ക്വയർ ആയിരുന്നു. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. അപ്പോൾ ഇൻറ്റു അടുത്ത 2x എഴുതി. അപ്പോൾ ഇങ്ങനെയാണ് ഡെറിവേറ്റീവ് കാണുന്നത്. ഇനി തെറ്റിക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം ചെയ്ത് നോക്കാം. tan of 2x + 3. അപ്പോൾ ആദ്യം ടാൻ്റെ ഡെറിവേറ്റീവ് കാണണം. നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് d/dx ഓഫ് tan of 2x + 3 ആണ്. ആദ്യം ടാൻ്റെ ഡെറിവേറ്റീവ് കാണാം. ഈ ബുക്ക് എടുക്കാം. ടാൻ ഇത് എവിടെ ഇരിക്കുന്നു? ടാൻ്റെ ഡെറിവേറ്റീവ് sec² ആണ്. sec² എക്സ് എന്ന് കാണും. എക്സ് ഒരിക്കലും എഴുതരുത്. കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ എക്സ് നമ്മളെടുത്ത് കളഞ്ഞു നേരത്തെ കണ്ടില്ലേ? sec² മാത്രമേ എഴുതാൻ പാടുള്ളൂ. എന്നിട്ട് എന്താണ് ഇവിടെ ബ്രാക്കറ്റിലുള്ളത്? ആള്. കാരണം ആ ചെപ്പ് നമ്മൾ തുറന്നിട്ടില്ല. ഇൻറ്റു ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. 2x + 3യുടെ 2xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 × 1 + 3യുടെ ഡെറിവേറ്റീവ് എന്താണ്? 0. കോൺസ്റ്റൻ്റ് ആയി, അത് 0 ആയി. അപ്പോൾ ഇതിൻ്റെ ആൻസർ sec² ഓഫ് 2x + 3 × 2. സൈൻ ഓഫ് എക്സ് സ്ക്വയർ + 5. ഇനി നിങ്ങൾക്കിത് പറയാൻ പറ്റണം. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. അപ്പോൾ കോസ് ഓഫ് ബ്രാക്കറ്റിലത്തെ ഇപ്പോൾ ഡെറിവേറ്റീവ് കാണരുത്. ഈ ചെപ്പ് നമുക്ക് തുറക്കാൻ പറ്റിയിട്ടില്ല. ഇൻറ്റു ഇനി വേണം ഈ ചെപ്പ് തുറക്കാൻ. ഇനി x² + 5ൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ 2x + 5ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ അത് എഴുതുന്നില്ല. d/dx ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ + 5. ഇങ്ങനെ അടുത്തത് എഴുതാം. സൈൻ ഓഫ് ax + b. ഇനി ഞാനിവിടെ d/dx എഴുതണ്ടേ, നിങ്ങൾ തന്നെ എഴുതിക്കൊള്ളണം. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. ax + b നമുക്ക് തുറക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ തന്നെ എഴുതണം. ഇൻറ്റു ഇനി വേണം ax + bൻ്റെ ഡെറിവേറ്റീവ് കാണാൻ. a × എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, bയുടെ ഡെറിവേറ്റീവ് 0. അതായത് കോസ് ഓഫ് ax + b × a. ഇപ്പോൾ ഇവിടെ d/dx ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതണം കേട്ടോ, അത് മറക്കരുത്. അടുത്തത് സീക്ക് ഓഫ് ടാൻ ഓഫ് √x. നേരത്തെ പറഞ്ഞ പോലെ 3 ആളുണ്ട് ഇവിടെ. സീക്ക് ഉണ്ട്, ടാൻ ഉണ്ട്, റൂട്ട് ഉണ്ട്. അങ്ങനെ 3 ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ ആദ്യം സീക്കിൻ്റെ നോക്കാം. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് നോക്കി. സീക്ക് എക്സ് ടാൻ എക്സ്, സീക്ക് എക്സ് ടാൻ എക്സ്. 2 ആളുണ്ട്, 2 സ്ഥലത്തും എക്സ് ഉണ്ട്. കണ്ടോ? സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പോൾ ഞാനിവിടെ ഏതാണ് ആൻസറിൽ സീക്ക് എക്സ് ടാൻ എക്സ്. ഇതാണ് ഉത്തരം. എക്സിൻ്റെ സ്ഥലത്ത് നമുക്ക് എക്സ് എഴുതാൻ പറ്റില്ല. കാരണം ഈ ചെപ്പ് നമ്മൾ ഇത് സൈക്കിനുള്ളിൽ ഇരിക്കുന്നത് ടാൻ √x ആണ്.
അപ്പോൾ ആ സ്റ്റെപ്പ് നമ്മൾ തുറന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഉള്ളിൽ ടാൻ റൂട്ട് എക്സ് വെക്കണം. ഇപ്പോൾ ഞാൻ കണ്ടിരിക്കുന്നത് ആകെ സീക്കിൻ്റെ ഡെറിവേറ്റീവ് മാത്രമാണ്. ഇനി ടാൻ്റെ ഡെറിവേറ്റീവ് കാണണം. ഇതുപോലെ ഇത് വെച്ച് നോക്കാം. ടാൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് കാണാം സീക്ക് സ്ക്വയർ. അപ്പോൾ സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് എന്നുള്ളത് റൂട്ട് എക്സ് ആണ്. നമുക്ക് അവിടെ ഡെറിവേറ്റീവ് കാണാൻ പറ്റിയിട്ടില്ല. ഇൻറ്റു ഇനി റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചതാണ് 1/2 റൂട്ട് എക്സ്. ഇത് നമുക്കിവിടെ ക്ലാസ് ടേബിളിൽ ഡയറക്റ്റ് കാണാൻ പറ്റില്ല. ഇതിൽ നമുക്ക് ഡയറക്റ്റ് കാണാൻ മാർഗ്ഗമില്ല. ഈ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവാണ് അതിലുള്ളത്, തെറ്റാതിരിക്കുക. ക്ലിയറായി? അടുത്ത് നോക്കാം. സൈൻ ഓഫ് എക്സ് പ്ലസ് ബി കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി ബൈ ആണ്. അപ്പോൾ ഉടനെ നമ്മുടെ കോഷ്യൻ റൂളാണ്. ഈ കോഷ്യൻ റൂളൊക്കെ നമുക്ക് ക്ലാസ് ടേബിളിലുണ്ട്. ദേ ഇവിടെ താഴെ കണ്ടോ, യു ബൈ വി ഓൾ ഡാഷ് ഈക്വൽ ടു യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ. കണ്ടോ, ഇതാണ് നമ്മുടെ കോഷ്യൻ റൂൾ. നമ്മൾ ഫോമുല എഴുതി വെച്ചതാണ്. അപ്പോൾ അതുപോലെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് യുവും വിയും ഓരോ ആളെ കൊടുക്കാം. യു ഈക്വൽ ടു സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ആൻഡ് വി ഈക്വൽ ടു കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി. ഇനി യു ഡാഷ് കാണാം. യു ഡാഷ് കാണാമെന്ന് പറയുമ്പോൾ നമ്മൾ സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി നമ്മൾ തൊട്ട് മുമ്പ് കണക്കിൽ ചെയ്തതാണ്. സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി നമുക്ക് ഇവിടെ ചെയ്ത് പരിചയമുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ എഴുതാണ് കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു എ. വി ഡാഷ് എന്ന് പറഞ്ഞാൽ കോസാണ് വരുന്നത്. അപ്പോൾ മൈനസ് സൈൻ ഓഫ് സി എക്സ് പ്ലസ് ഡി. കോസിൻ്റെ ഡെറിവേറ്റീവാണ് മൈനസ് സൈൻ. സി എക്സ് പ്ലസ് ഡി എന്ന് പറയുമ്പോൾ എന്ത് മാത്രം വരും? സി മാത്രം വരും, കാരണം ഡി 0 ആവും. കാണാനുണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. ഫോർമുല പ്രകാരം ഇവിടെ ഫോർമുല എഴുതിയിട്ടുണ്ട്. യു ഡാഷ് വി മൈനസ് യു വി ഡാഷ്. ഒന്ന് നമുക്ക് ഇവിടെ എഴുതി നോക്കാം. യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ. അപ്പോൾ ഇത് പ്രകാരം ഇത് അപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. യു ഡാഷ് ആദ്യം എഴുതണം. യു ഡാഷ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് ആദ്യം എഴുതണം. കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു എ. യു ഡാഷ് എഴുതി. ഇനി എഴുതേണ്ടത് വി ആണ്. വി ഏതാണ്? ഇതാണ്. അപ്പോൾ ഇൻറ്റു കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി മൈനസ് യു വി ഡാഷ് എഴുതണം. യു എന്ന് പറയുന്നത് ആരാണ്? ഇത് സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി യു എഴുതി ഇൻറ്റു വി ഡാഷ്. വി ഡാഷ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് യുവും വിയും യു ഡാഷും വി ഡാഷും ഉണ്ട്. അത് ഇതിൽ നോക്കി എഴുതാൻ വേണ്ടു. മൈനസ് ഓഫ് സൈൻ ഓഫ് സി എക്സ് പ്ലസ് ഡി ഇൻറ്റു സി ബൈ വി സ്ക്വയർ. വി എന്ന് പറയുന്നത് ആരാണിത്? ഇത്. അപ്പോൾ കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി ഹോൾ സ്ക്വയർ. ഇത്ര എഴുതിയാൽ ഉത്തരമായി. ഇത് സിംപ്ലിഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇങ്ങനെ എഴുതിയാലും മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5. അപ്പോൾ യു ഈക്വൽ ടു കോസ് ഓഫ് എക്സ് ക്യൂബാണ്. വി ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 ആണ്. ഇതിൽ രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് കാണാം. യു ഡാഷ് കോസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് കാണരുത്, നമുക്ക് ആ ചെപ്പ് തുറക്കാൻ പറ്റിയിട്ടില്ല. ഇൻറ്റു അടുത്ത ചെപ്പ് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ. ഓക്കെ. ഇനി വി ഡാഷ് കാണാം. വി ഡാഷ് ഈക്വൽ ടു കണ്ടു, ഇവിടെ ആദ്യം സ്ക്വയർ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ സ്ക്വയർ കിടക്കണം. ആദ്യം സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കാണണം. സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 സൈൻ ഓഫ് എക്സ് റേസ് ടു 5 ആണ്. ഇൻറ്റു ഇനി സൈൻ്റെ ഡെറിവേറ്റീവ് ആണ്. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് എക്സ് റേസ് ടു 5 ആണ്. ഇനി എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് 5 ഇൻറ്റു എക്സ് റേസ് ടു 4. ഇനി നമുക്ക് വീണ്ടും ഇവിടെ പ്രോഡക്റ്റാണ്. യു ഇൻറ്റു വി എന്നാണ് ചോദ്യം. രണ്ടാളുണ്ട്. വീണ്ടും നമ്മുടെ ക്ലാസ് ടേബിൾ കൊണ്ടുവരാം. യു വി ഓൾ ഡാഷ് ഇവിടെയാണ് ഇത് കിടക്കുന്നത്. യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്. ഇങ്ങനെയാണ് യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്. അപ്പോൾ ഇത് പ്രകാരം നമ്മളിനി ഇതിങ്ങോട്ട് എടുത്ത് എഴുതാൻ വേണ്ടു. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ചെയ്യുക എന്നാണ് അർത്ഥം. ഈ സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ചെയ്യുക. അപ്പോൾ യു ഡാഷ് എന്ന് ആദ്യം എഴുതാം. ഇവിടെ നമ്മുടെ ആദ്യം എഴുതണത് ഇതിപ്പോൾ ഇങ്ങോട്ട് ആദ്യം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. യു ഡാഷ് നമുക്ക് അതിൽ നോക്കി എഴുതാം. മൈനസ് സൈൻ ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു 3x സ്ക്വയർ ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 പ്ലസ് യു എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ക്യൂബ് ഇൻറ്റു വി ഡാഷ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു സൈൻ എക്സ് റേസ് ടു 5 ഇൻറ്റു കോസ് എക്സ് റേസ് ടു 5 ഇൻറ്റു 5x റേസ് ടു 5. അതാ വി ഡാഷ് നമ്മൾ കണ്ടുവച്ചിരിക്കണം. ഇത്ര എഴുതിയാലും ഉത്തരമായി. വേറെ ഒന്നും ചെയ്യേണ്ട, ഇങ്ങനെ എഴുതിയാൽ മതി. പക്ഷേ ഈ ഡെറിവേറ്റീവ് കാണുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇവിടെ കോസിൻ്റെ ഉള്ളിലാണ് എക്സ് ക്യൂബ്, അതുപോലെ സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 ആണ്. ഈ പാർട്ട് തെറ്റാണ്ട് എഴുതിയാൽ തന്നെ നമുക്ക് പിന്നെ ഇതിൽ വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഈ ബുക്ക് നിങ്ങൾക്ക് എക്സാമിന് കൊണ്ടുപോകാം. ഇനി ഇവിടെയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഫംഗ്ഷൻ ഉണ്ടെന്നാണ് മനസ്സിലാക്കണ്ടേ. 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. 2 അവിടെ നിന്നോട്ടെ. 2-നൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ ഉള്ളത് റൂട്ടുണ്ട്, കോട്ടുണ്ട്, സ്ക്വയർ ഉണ്ട്. ഇങ്ങനെ 3 ആൾക്കാരുണ്ട്.
റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ടാണ്. കോട്ടിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ നോക്കാം. കോട്ടിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോട്ടിൻ്റെ ഡെറിവേറ്റീവ് ഇതാ മൈനസ് കൊസീക് സ്ക്വയറാണ്. മൈനസ് കൊസീക് സ്ക്വയറാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. പിന്നെ സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു ഫംഗ്ഷനാണ്. ഇതാണ് 3 ഡെറിവേറ്റീവ്സ് നമുക്കറിയാം. അതിനിവിടെ അപ്ലൈ ചെയ്യാം. ആദ്യത്തേത് റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട്. റൂട്ടിനുള്ളിൽ എന്താണോ ഉള്ളത് ആ സ്റ്റെപ്പിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ ഇവിടെ എഴുതി വെച്ചു. ഇൻറ്റു ഇപ്പോൾ റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് എഴുതി കഴിഞ്ഞു. ഇനി ക്ലിയർ ആവണില്ല. ഓക്കെ, ഇനി കോട്ടിൻ്റെ ഡെറിവേറ്റീവാണ് മൈനസ് കൊസീക് സ്ക്വയർ. മൈനസ് കൊസീക് സ്ക്വയറിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? എക്സ് സ്ക്വയർ, അത് അങ്ങനെ തന്നെ എഴുതി. ഇനി സ്ക്വയർ എക്സ് സ്ക്വയറിൻ്റെ 2x കണ്ടോ? കോസ് റൂട്ട് എക്സ് മൈനസ് സൈൻ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ടിൻ്റെ 1/2 റൂട്ട് എക്സ്. ക്ലിയർ ആയില്ല? ഈ 2 ക്വസ്റ്റ്യനുണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ. ഞാനിതിൽ എഴുതണില്ല, നിങ്ങൾ തന്നെ എഴുതണം. പ്രൂവ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 1 എക്സ് ബിലോങ്സ് ടു ആർ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1ൽ മോഡ്ലെസ് ഡിഫറൻഷ്യബിൾ അല്ലാന്ന് നമ്മളതിൽ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. മോഡ് എക്സ് മൈനസ് 1ൻ്റെ ഗ്രാഫ് വരയ്ക്കുക. മോഡ് എക്സ് മൈനസ് 1ൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഒരു വി ആണ് വരിക. ഒരു വി ഇവിടെയല്ല വരിക, 1ലാണ് വരിക. വി വരും. വി വന്നാൽ ഇവിടെ ഷാർപ്പ് എഡ്ജാണ്. ഈ ഗ്രാഫ് വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. ഇത് വരയ്ക്കണം കേട്ടോ. ഈ ഗ്രാഫ് വരച്ചിട്ട് നിങ്ങൾക്ക് പറയാം എന്താണ്? ഈ അറ്റ് 1 LHS നോട്ട് ഈക്വൽ ടു RHS, ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. അത്രയേ എഴുതുന്നുള്ളൂ, വേറൊന്നും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. മോഡ് എക്സിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇത്രയും എഴുതിയാൽ ഈ ഒരു ഗ്രാഫ് വരച്ചിട്ട് വേണം പറയാൻ LHS നോട്ട് ഈക്വൽ ടു RHS അറ്റ് എക്സ് ഈക്വൽ ടു 1, ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. അത്ര എഴുതി കഴിഞ്ഞാൽ ഇത് ആൻസറായി. ഇനി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലാന്ന് അറ്റ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു 2. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഗ്രാഫും വരയ്ക്കാം 0ലും 3ലും. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ 0ൽ 1 ആയിരിക്കും, 1ൻ്റെ അവിടെ 2 ആയിരിക്കും, 2ൻ്റെ അവിടെ 3 ആയിരിക്കും. ഇങ്ങനെയാണ് ഗ്രാഫ് പോണത്. ഇത് കണ്ടിന്യൂസ് ആണോ? അല്ല, ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്, ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. ഈ ഗ്രാഫ് വരച്ചിട്ട് ഒറ്റ വാചകം എഴുതാൻ വേണ്ടു. ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്, ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. കണ്ടിന്യൂസ് അല്ലാത്ത ഒരു ഫംഗ്ഷൻസും ഡിഫറൻഷ്യബിൾ ആവില്ല. ഇത്ര എഴുതിയ ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇത് നന്നായി ചെയ്തു നോക്കുക. താങ്ക് യു.